അങ്ങനെ നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തു. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ. എന്നാൽ ആ നിലാവിൻ്റെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നിശാഗന്ധിയും പൂക്കും. ഇതേ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലെ നിശാഗന്ധി എത്ര മനോഹരമായാണ് പൂത്തു നിൽക്കുന്നതെന്ന്. നിങ്ങൾക്കറിയണ്ടേ എങ്ങനെയാണ് ഈ നിശാഗന്ധി പൂവിട്ടതെന്ന്? വരൂ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഈ നിശാഗന്ധി പൂക്കൾ വിരിയിക്കുന്നതിനായി 2 നിറത്തിലെ ക്രേ പേപ്പറുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 4 തരത്തിലുള്ള പെറ്റൽസാണ് ഒരു നിശാഗന്ധി പൂവിൽ ഉണ്ടായിരിക്കുക. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞിതളുള്ള 2 ഭാഗങ്ങളും ഉണ്ട്. നമുക്ക് ആദ്യം പൂവിൻ്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞിതളുള്ള ആ ചെറിയ 2 ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ 2 പേപ്പറാണ് നമുക്കതിനായി ആവശ്യമുള്ളത്. അതിൽ ചെറിയ പേപ്പർ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി കുരുകുരുകുരാന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആ പേപ്പറിൻ്റെ അറ്റം വരെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്ത ശേഷം അത് ഓരോന്നും നമുക്കിങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഓരോന്നും ഓരോ ചെറിയ നൂല് പോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇനി ആ വലിയ പേപ്പറും എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ചുരുട്ടിയെടുക്കാം. അതിൻ്റെ അറ്റത്ത് ആദ്യം നമുക്ക് അല്പം മഞ്ഞ നിറം കൊടുക്കാം. നിശാഗന്ധി പൂവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മഞ്ഞ നിറമുണ്ട്, നമ്മളത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാനിവിടെ മഞ്ഞ നിറത്തിലെ ഓയിൽ പേസ്റ്റൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്കെച്ച് പെൻ വേണമെങ്കിലും ഉപയോഗിക്കാം. 2 സൈഡിലും ചെറുതായി മഞ്ഞ നിറം വരണമെന്ന് മാത്രം. ഇനി ഈ മഞ്ഞ നിറത്തിലെ ഭാഗം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെയും അഗ്രഭാഗം ചെറുതായി ചുരുട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്കിത് അല്പം ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ചെറുതായി കട്ട് ചെയ്ത ഈ ഭാഗമെടുത്ത് ഒരു കമ്പിയിലേക്ക് നമുക്ക് ചെറുതായി പ്ലീറ്റ്സ് ഇട്ട് ചുറ്റിയെടുക്കാം. നന്നായി ഫെവിക്കോൾ തേച്ച് അത് ഒട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ ഈ വലിയ പേപ്പറിനുള്ളിലേക്ക് നമുക്കിത് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായി ഒട്ടിച്ച് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കാം.
ഇതാണ് പൂവിൻ്റെ ഉള്ളിലെ ഭാഗം. ഇതിലാണ് നമ്മൾ ഓരോ പെറ്റൽസായി ഇതിൻ്റെ ചുവട്ടിലാണ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓരോ പെറ്റൽസായി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ റൗണ്ട് പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 തരം പെറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യം റൗണ്ട് പെറ്റൽസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ വീതി കുറച്ച് ചെറിയ നീളത്തിലൊരു പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം, വെള്ള ക്രേപ്പ് പേപ്പറിലാണ് സാധാരണ ഇത് ചെയ്യാറ്. അപ്പോൾ ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേ ഷേപ്പിൽ നമുക്ക് കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ 8-10 പെറ്റൽസ് മതിയാകും. ഈ പെറ്റൽസ് ഓരോന്നും എടുത്ത് നമുക്കൊരു കട്ടിയുള്ള കമ്പി കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ പെറ്റൽസും ഷേപ്പായി കഴിഞ്ഞു. ഇനി ഓരോന്നായി നമുക്ക് ഈ ഉള്ളിലെ ഭാഗത്ത് ഫെവിക്കോൾ പുരട്ടി ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഓരോ പെറ്റൽസും ഓപ്പോസിറ്റായി ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ തന്നെ ആകാൻ ശ്രദ്ധിക്കണം. നാല് പെറ്റൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഓരോ ഗ്യാപ്പിലും വീണ്ടും ഓരോ പെറ്റലായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടാമത് ഒരു റൗണ്ട് കൂടി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയും എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് പെറ്റൽസ് വെച്ച് കൊടുക്കാം. 4 ലെയറുകളായാണ് ഇതിൽ പെറ്റൽസ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിതിലും ഇനി രണ്ടാമത്തെ ലെയറായ കൂർത്ത പെറ്റൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ എടുത്തതുപോലെ തന്നെ വീണ്ടും ഒരു പേപ്പർ കൂടി കട്ട് ചെയ്തെടുത്ത് ഇതിൽ കൂർത്ത പെറ്റൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി വീതി കുറച്ച് നീളം കൂട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ ഒട്ടിച്ച പെറ്റലിനേക്കാളും ഉയരത്തിലായിരിക്കണം ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. കുറച്ചുകൂടെ നേരത്തെ ഒട്ടിച്ച പെറ്റലിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നു നിൽക്കണം ഈ പെറ്റൽ. രണ്ടാമത്തെ ലെയറും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെയറാണ് ഒട്ടിക്കേണ്ടത്. ആ പെറ്റലിന് ചെറിയൊരു പച്ച നിറമുണ്ട്. ആ പച്ച നിറത്തിന് വേണ്ടി നമുക്ക് പെറ്റലിൽ ചെറിയ പച്ച നിറം ഓയിൽ പേസ്റ്റിൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറകിലായി ആ പച്ച നിറത്തിലെ പെറ്റൽ കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ ലെയർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ ലെയറായ ബ്രൗൺ പെറ്റൽസ് ആണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനായി ബ്രൗൺ നിറത്തിലെ ക്രേപ്പ് പേപ്പറിൽ നിന്ന് നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ചെറിയ കൂർത്ത പെറ്റൽസ് നമുക്ക് ഇതുപോലെ ചെറുതായി വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കാം.
നാലാമത്തെ ലെയറും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ കാലിക്സ് പോലുള്ള ഭാഗമാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനായി ചെറിയ ബ്രൗൺ പേപ്പറിൽ നിന്ന് ഇതുപോലെ മുള്ളുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുത്ത ഈ ഭാഗം നമുക്ക് പൂവിൻ്റെ ചോട്ടിലായി ഒട്ടിച്ചു കൊടുക്കാം. സാധാരണയായി നിശാഗന്ധി പൂവിൻ്റെ തണ്ടിൽ മുഴുവനും ഈ മുള്ളു പോലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തണ്ടിൽ ആദ്യം മുതൽ അവസാനം വരെ ഇതുപോലുള്ള മുള്ളുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിശാഗന്ധി പൂക്കൾക്ക് തൂവെള്ള നിറമാണെന്ന് പറയുമെങ്കിലും അവയുടെ അടിവശത്തായി ഇതുപോലെ ചെറിയ പച്ച നിറത്തിലെയും ബ്രൗൺ നിറത്തിലെയും പെറ്റൽസുകൾ കൂടിയുണ്ട്. അങ്ങനെ നിശാഗന്ധി പൂക്കൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇവ ഇലയിൽ നിന്നാണ് മൊട്ടുകളായും പൂക്കളായും വിടർന്നു വരിക. അപ്പോൾ നമുക്ക് റിങ്കിൾഡ് ഹാൻഡ് മെയ്ഡ് ഗ്രീൻ ഷീറ്റ് കൊണ്ട് ആ ഇലകൾ കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ രണ്ടായി മടക്കിയ ഹാൻഡ് മെയ്ഡ് ഗ്രീൻ ഷീറ്റിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ കർവുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ലീഫ് കട്ട് ചെയ്യാം. ഇതുപോലുള്ള കർവുകളിൽ നിന്നാണ് മൊട്ടുകൾ വിടർന്നു വരാറ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ ലീഫിൽ ഫെവിക്കോൾ പുരട്ടി നമുക്ക് 2 പീസും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം ഏതെങ്കിലും ഒരു കർവിനുള്ളിലേക്ക് നമുക്ക് ഈ പൂവിൻ്റെ തണ്ട് കൂടി വെച്ച് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇലയിൽ തന്നെയല്ലേ ഈ പൂ വിടർന്നു നിൽക്കാറ്. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിലും നിശാഗന്ധി പൂക്കുമെന്ന്.
അങ്ങനെ നിശാഗന്ധി പൂക്കളെ മനോഹരമായി നമ്മൾ വിരിയിച്ചെടുത്തു. ഇനിയും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.